Next one, how elements form compounds. Think of atoms like the letters of the alphabet. We join different letters to make words. Now, നമ്മളൊരു ആൽഫബറ്റ്സ് പറയുന്നില്ലേ A, B, C, D അങ്ങനെ പറയുന്ന പോലെ ആറ്റത്തിനെ കുറിച്ച് we join different letters to make words. Now, for example, there are 26 alphabets. അതിൽ നിന്ന് നമ്മൾ രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ അങ്ങനെ കുറെ ആൽഫബറ്റ്സ് ഉപയോഗിച്ച് വേർഡ്സുകൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ? Like the same way, thousands of words can be made from just 26 letters. ഈ ഇംഗ്ലീഷിൽ എത്ര വേർഡ്സുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ മെനി ആർ ദർ അല്ലെ? ഒരുപാട് വേർഡ്സുകൾ നമ്മൾ ഈ 26 അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ABCD ഉപയോഗിച്ച് റിപ്പീറ്റഡ്ലി ആൻഡ് ഓർ അൺറിപ്പീറ്റഡ്ലി. അതായത് ഒരു വേർഡ്സ് തന്നെ എ പലതവണ ഉണ്ടാകാം, ബി പലതവണ ഉണ്ടാകാം, അങ്ങനെ കുറെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ എയും ഒന്നിൽ കൂടുതൽ ബിയും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഡിഫറെന്റ് വേർഡ്സ് ഉണ്ടാക്കുന്നത്. സെയിം വേ atoms combine together to make molecules. ഈ ആറ്റംസ് പല രീതിയിൽ ജോയിൻ ചെയ്ത് കുറെ മോളിക്യൂൾസ് ഉണ്ടാക്കും, തന്മാത്രകൾ ഉണ്ടാക്കും. Can be made from only one. About millions of different kinds of molecules can be made from only about 180 different kinds of atoms. That is why we see millions of compounds all around us. ഇപ്പൊ നമ്മുടെ ചുറ്റും ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്. ആ കോമ്പൗണ്ട്സ് ഉപയോഗിച്ച് നമുക്ക് 118 different kinds of atoms ഉണ്ടാക്കാൻ പറ്റും. And that is why we see millions of compounds all around us. Water, sugar, chalk, vinegar and salt are all compounds. ഈ പറയുന്നതെല്ലാം കോമ്പൗണ്ട്സ് ആണ്. മീൻസ് പല പല ആറ്റംസ് ജോയിൻ ചെയ്താണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഇതെല്ലാം നമ്മളുണ്ട്. വെള്ളം നമ്മൾ പറഞ്ഞാല് H2O. H2O definition is H2O. അതായത് hydrogen, hydrogen 2 hydrogen and 1. That is water, one molecule of water. അങ്ങനത്തെ കുറെ molecules ചേർന്നാണ് drop of water. Okay, and just imagine that how God has created this world with plenty of water. നമ്മൾ ഈ വെള്ളം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കറിയാം during summer season we face scarcity of water. Scientists say that we can make water by using 2 hydrogen atom and 1 oxygen atom. അങ്ങനെ നമുക്ക് ഒരു പിന്നെ വെള്ളം ഉണ്ടാക്കാം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ എന്തുമാത്രം ഹൈഡ്രജൻ ആറ്റവും എന്തുമാത്രം ഓക്സിജൻ ആറ്റവും ഉപയോഗിച്ച് നമ്മൾ ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഉണ്ടാക്കുന്നത് അല്ലെ? ഉണ്ടാക്കേണ്ടി വന്നാൽ എനിവേ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഗോഡ് നമുക്ക് ഇഷ്ടംപോലെ വെള്ളം തന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ അക്കോർഡിംഗ് ടു സയന്റിസ്റ്റ് ഈ കോമ്പൗണ്ട്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ കോമ്പൗണ്ടിൽ നമ്മൾ വെള്ളം ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര കോസ്റ്റ്ലി ആയിരുന്നേനെ അല്ലെ? ഹൗ കോസ്റ്റ്ലി ഇറ്റ് വുഡ് ബി. Okay, that is why we see millions of compounds all around us. Water, sugar, chalk, vinegar and salt are some compounds. Their molecules are different from each other. This difference in the molecules is the reason the salt is salty and sugar is sweet. ഇപ്പൊ നമുക്കറിയാം സോൾട്ട്, നമ്മൾ സോൾട്ട് എടുത്തു കഴിഞ്ഞാൽ സോൾട്ട് അതിന്റെ സോൾട്ടി ടേസ്റ്റ് ആണ്. ഷുഗർ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സ്വീറ്റ് ഇൻ ടേസ്റ്റ് അല്ലേ? ഈ നമ്മൾ ചില സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ some will be bitter, some will be sweet, some will be sour and all. Why it is like that way? Different taste വരുന്നതിന്റെ കാരണം എന്താണ്? Because it is made up of different kinds of atoms. പല രീതിയിലുള്ള ആറ്റംസ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് ഒരു ഷുഗർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോൾട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് different kinds of molecules are each molecules are different kinds of compounds. പല കോമ്പൗണ്ടുകൾ, അതായത് ഓരോന്നിന്റെയും സ്ട്രക്ചർ കോമ്പൗണ്ട്സ് അതിൽ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കോമ്പൗണ്ട്സ് ഡിഫറെന്റ്. അതുകൊണ്ടാണ് ഡിഫറെന്റ് ടേസ്റ്റ് വന്നിരുന്നത്. അതർവൈസ് ഓൾ തിങ്സ് വിൽ ബി സെയിം ടേസ്റ്റ് ആയിരുന്നു. Let us define atoms and molecules. What is atom? An atom is the smallest particle of an element that can take part in a chemical reaction. It may or may not exist independently. What is atom? Atom is the smallest particle of an element. Or element in the smallest particle ആണ്. And that can take part in a chemical reaction.
It may or may not exist independently. What is molecular? Molecule is the smallest particle of an element or a compound that can normally exist independently. Atom in the may or may not exist normally on the earth. ഈ വേൾഡില് ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ നോൺ ഇൻഡിപെൻഡന്റ് ആയിട്ടും ആകാം. ബട്ട് മോളിക്യൂൾ എന്ന് പറയുന്നത് നോർമലി എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി. അത് സാധാരണ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ആയിരിക്കും. ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. It is fascinating to see that atoms of two gases, hydrogen and oxygen, can combine together to form water, which is a liquid, or that atoms of two poisonous substances, sodium and chlorine, can combine together to form salt, a compound we use every day. Now, വെള്ളത്തിൽ നമ്മൾ പഠിച്ചു 2 hydrogen and 1 oxygen, and it is a liquid. We know that. അത് മിക്സ് ആയി കഴിയുമ്പോൾ that is both gas ആണ്, അല്ലേ? Oxygen and hydrogen both are gas in form. But if we combine together, we will get a liquid. അത് രണ്ട് ആ ഗ്യാസ് രണ്ടോട് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടുന്നു? നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ കിട്ടുന്നു. സെയിം വേ two poisonous substance, രണ്ട് poisonal ആയിട്ടുള്ള substance, sodium and chlorine. സോഡിയവും ക്ലോറിനും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? Salt. And which we use in our daily life. Daily we need salt. If daily we are eating food without salt, if we eat the food, will it be tasty? No. So ഇത് തന്നെ ആവുമ്പോൾ, അതായത് സോഡിയവും ക്ലോറിനും കൂടെ രണ്ടും തന്നെ ആവുമ്പോൾ എന്താണത്? It is poisonous. But when it joins together, it becomes the salt. മനസ്സിലായോ? അതായത് ഗ്യാസ് ഫോമിലുള്ള ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പോൾ ലിക്വിഡ് ഫോമിലുള്ള വാട്ടർ കിട്ടുന്നു. സെയിം വേ പോയിസണസ് ആയിട്ടുള്ള സോഡിയവും ക്ലോറിനും കൂടി ചേരുമ്പോൾ എന്താവുന്നു? സോൾട്ട്. ആൻഡ് സോൾട്ട് ഡെയിലി നമ്മൾ കഴിക്കുന്ന ഒരു വസ്തുവാണ്, അല്ലെ? വി യൂസ്. ബട്ട് അന്നേരം അത് പോയിസണബിൾ ആവുന്നുണ്ടോ? നോ. So I think only 2 more minutes left. Recording has been gone all in between and all. So in the next class we will have a computer. Okay, computer class തീരാറായി. So let us wind up. Study well for the exam. Okay, bye.